ഇന്ത്യൻ മണ്ണിലേക്ക് ഇരച്ചുകയറിയ പാക് സൈന്യത്തെ വിജയകരമായി ഇന്ത്യ പ്രതിരോധിച്ച കാർഗിൽ യുദ്ധത്തിന്റെ ഓർമ്മകൾക്ക് 25 വയസ്സ് തികയുമ്പോൾ കാർഗിലിന്റെ ജ്വലിക്കുന്ന സ്മരണകളിൽ ശ്രദ്ധേയമാവുകയാണ് ക്യാപ്റ്റൻ സൗരഭ് കാലിയ. 1999 ജൂൺ 19 രാത്രി ഇന്ത്യൻ കരസേന തോലോലിംഗിലെ ആക്രമണം ആരംഭിച്ചത് മുതൽ ജൂലൈ 4 ടൈഗർ ഹിൽ പിടിക്കുന്നത് വരെയുള്ള സമയമായിരുന്നു കാർഗിൽ യുദ്ധത്തിൽ ഏറെ നിർണായകമായത്. ഈ യുദ്ധത്തിന് തുടക്കമിട്ട് 1999 മെയ് മാസത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിടിയിലാകുമ്പോൾ ക്യാപ്റ്റൻ സൗരഭ് കാലിയയ്ക്ക് 22 വയസ്സ് മാത്രമായിരുന്നു പ്രായം. കാർഗിൽ യുദ്ധത്തിൽ ആദ്യമായി വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികൻ കൂടിയായിരുന്നു കാലിയ. ഓരോ കാർഗിൽ ദിനത്തിലും നോവുണർത്തുന്ന ഒരു ഓർമ്മയായി തന്നെ ക്യാപ്റ്റൻ സൗരഭ് കാലിയ മാറുകയാണ്. പാക് സേനയുടെ നുഴഞ്ഞുകയറ്റക്കാരെ ആദ്യം നേരിട്ടത് ക്യാപ്റ്റൻ കാലിയയും 5 ജവാന്മാരും ചേർന്നായിരുന്നു. എൻ കെ കാലിയ വിജയ് ദമ്പതികളുടെ മകനായ സൗരഭ് കാലിയ 1976 ജൂൺ 29 പഞ്ചാബിലെ അമൃത്സറിൽ ജനിച്ചത്. ഹിമാചൽ പ്രദേശിലെ സ്കൂളുകളിലും കോളേജുകളിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. വിദ്യാഭ്യാസ കാലയളവിൽ തന്നെ ഒട്ടേറെ സ്കോളർഷിപ്പുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. 1997 ഓഗസ്റ്റിലാണ് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലേക്ക് കാലിയ തിരഞ്ഞെടുക്കപ്പെടുന്നത്. മെയ് ആദ്യ ആഴ്ചകളിൽ കാർഗിലിൽ പെട്രോളിംഗ് നടത്തിയ സംഘത്തിന്റെ നേതൃത്വം സൗരഭ് കാലിയായിരുന്നു. മെയ് 15 കാലിയയും അർജുൻ റാം, ഭൻവാർലാൽ ബഗാരിയ, ബീഗാറാം, മൂലാറാം, നരേഷ് സിംഗ് എന്നീ സൈനികരും നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് സൈനികരുമായി ഏറ്റുമുട്ടിയിരുന്നു. എന്നാൽ തിരകളും ആയുധങ്ങളും തീർന്നതിനാൽ ഇവർ പാക് സൈനികരുടെ പിടിയിലായി. 22 ദിവസത്തെ തടവ് കാലയളവിൽ കാലിയ, അർജുൻ റാം, ഭൻവാർലാൽ ബഗാരിയ, ബീഗാറാം, മൂലാറാം, നരേഷ് സിംഗ് എന്നിവർ അനുഭവിച്ചതാകട്ടെ കൊടും ക്രൂരതകളായിരുന്നു. കർണപടത്തിലേക്ക് ചൂടുള്ള ഇരുമ്പ് കമ്പി കയറ്റി കണ്ണുകൾ ചൂഴ്ന്നെടുത്തു, പല്ലുകൾ അടിച്ചുകൊഴിച്ചു, അസ്ഥികൾ അടിച്ചു നുറുക്കി, ചുണ്ടുകളും മൂക്കും ജനനേന്ദ്രിയവും മുറിച്ചു. ജനിച്ച നാടിനു വേണ്ടി ഈ ഇന്ത്യൻ സൈനികർ അനുഭവിച്ചതാകട്ടെ കൊടും വേദനകളായിരുന്നു എന്നാണ് വിവരങ്ങൾ. അന്ന് കാലിയയുടെ ഭൗതിക ശരീരം സ്വീകരിച്ച സഹോദരൻ വൈഭവ് കാലിയ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് അവൻ്റെ ശരീരം തിരിച്ചറിയാനായില്ല. ആ മുഖത്ത് ഒന്നും അവശേഷിച്ചിരുന്നില്ല. കണ്ണും ചെവിയുമില്ല, പുരികങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവൻ്റെ പുരികം എൻ്റെ പുരികം പോലെയായിരുന്നു. അതുകൊണ്ടാണ് തിരിച്ചറിഞ്ഞത് എന്നാണ്. അതായത് കാർഗിലിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടു ചെലവുകൾക്കായി മകൻ ഒപ്പിട്ട് നൽകിയ ചെക്ക് പോലും പ്രിയ മകൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും ആ മാതാപിതാക്കൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ സൗരഭ് കാലിയ പഞ്ചാബിലെ അമൃത്സർ സ്വദേശിയാണ്. UPSC നടത്തിയ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് പരീക്ഷയിലൂടെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കാലിയ 1998 സേനയുടെ ഭാഗമാകുന്നത്. 1999 ജനുവരിയിൽ കാർഗിൽ സെക്ടറിലെ ജാഡ് റെജിമെന്റിലെ 4ാം ബറ്റാലിയനിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പോസ്റ്റിംഗ്. അന്ന് നടന്നത് ഇങ്ങനെയാണ്: 1999 മെയ് 15 പർവ്വതനിരകളിലെ കച്ച് സെക്ടറിലെ ബർജിംഗ് പോസ്റ്റിലാണ് ഇവർ പെട്രോളിങ്ങിനായി നിന്നത്. മരങ്ങളില്ലാത്ത ഒരു പ്രദേശമായിരുന്നു ഇത്. വളരെ പെട്ടെന്നാണ് പാകിസ്ഥാൻ സൈനികരുടെ ഭാഗത്തു നിന്ന് വെടിവെപ്പുണ്ടായത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു നിമിഷം ആലോചിച്ചെങ്കിലും അടുത്ത നിമിഷം ഇന്ത്യൻ സൈന്യവും തിരിച്ച് വെടിയുതിർത്തു. ഇരു വിഭാഗവും തമ്മിൽ തുടർച്ചയായി വെടിവെച്ചു. കുറച്ച് സമയത്തിന് പിന്നാലെ ക്യാപ്റ്റൻ കാലിയുടെയും സംഘത്തിൻ്റെയും കയ്യിലുണ്ടായിരുന്ന വെടിയുണ്ടകളൊക്കെ തീർന്നുപോയി. ഈ അവസരം മുതലെടുത്ത പാകിസ്ഥാൻ റേഞ്ചർമാരുടെ ഒരു പ്ലാറ്റൂൺ ഇന്ത്യൻ സംഘത്തെ വളഞ്ഞു. ഇവരെ ജീവനോടെ പിടികൂടി തടവിലാക്കി. തുടർച്ചയായി 22 ദിവസം ഈ സംഘങ്ങൾക്ക് ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. 1999 ജൂൺ 9 പാകിസ്ഥാൻ സൈന്യം മൃതദേഹങ്ങൾ ഇന്ത്യക്ക് തിരികെ നൽകി. പാകിസ്ഥാന്റെ കണ്ണില്ലാത്ത ക്രൂരത എന്ന് വേണം ഇവിടെ വിശേഷിപ്പിക്കാൻ. പാകിസ്ഥാൻ സേനയുടെ പൈശാചിക പ്രവൃത്തിയെല്ലാം ഇവരുടെ മേലുണ്ടായിരുന്നു. സൈനികരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതെല്ലാം വ്യക്തവുമായി. സൈനികരുടെ ശരീരത്തിലാകെ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതിൻ്റെ പാടുകളുണ്ടായിരുന്നു. ചെവിയിലൂടെ പഴുപ്പിച്ച ഇരുമ്പ് കമ്പികൾ തുളച്ചു കയറ്റി. ചുണ്ടുകളും മൂക്കും സ്വകാര്യ ഭാഗങ്ങളും കൈക്കാലുകളും മുറിച്ചെടുത്ത നിലയിലായിരുന്നു. സൈനികരുടെ കണ്ണുകൾ അടിച്ചു തകർത്തതിന് പിന്നാലെ അവ ചൂഴ്ന്നെടുത്തു. സൈനികളുടെ മൃതദേഹങ്ങളിൽ മിക്കതിലും പല്ലുകൾ പൊട്ടിയ നിലയിലായിരുന്നു. എല്ലുകൾ പലതും തകർന്നു. തലയോട്ടികളിൽ മാരകമായ പൊട്ടലുണ്ടായി. ഈ മുറിവുകളെല്ലാം മരണത്തിന് മുമ്പുണ്ടായതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കി. അതിക്രൂരമായ പീഡനങ്ങൾക്കൊടുവിലാണ് സൈനികരെ ഇവർ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. നീതിക്കായുള്ള പോരാട്ടമായിരുന്നു പിന്നീട് നടന്നതും. അതായത് ക്യാപ്റ്റൻ കാലിയും സൈനികരും മരിച്ചത് മോശം കാലാവസ്ഥയെ തുടർന്ന് എന്നായിരുന്നു. അവരുടെ മൃതദേഹങ്ങൾ ഒരു കുഴിയിൽ കണ്ടെത്തിയെന്നൊക്കെയായിരുന്നു പാകിസ്ഥാൻ സർക്കാർ വാദിച്ചത്. 1999 ഒക്ടോബറിൽ അന്നത്തെ കരസേന മേധാവി ജനറൽ BP മാലിക് ക്യാപ്റ്റൻ കാലിയുടെ വീട് സന്ദർശിക്കുകയും പ്രശ്നം ഇന്ത്യ ഗവൺമെന്റുമായി ചർച്ച ചെയ്യുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ 2 രാജ്യങ്ങൾ ഉൾപ്പെടെ സെൻസിറ്റീവ് പ്രശ്നമായതിനാൽ വിദേശകാര്യ മന്ത്രാലയം, പ്രധാനമന്ത്രിയുടെ ഓഫീസ്,
പ്രതിരോധ മന്ത്രാലയം എന്നിവയ്ക്ക് മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ എന്ന് സൈന്യം പിന്നീട് ക്യാപ്റ്റൻ കാലിയയുടെ പിതാവിനെ അറിയിച്ചു. ഈ ഓഫീസുകളിലെല്ലാം പിതാവ് അപ്പീൽ സമർപ്പിച്ചു. തുടർന്ന് 1999 ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ മുഖേന പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് പിതാവ് കത്തയച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല. 2001 ആഗ്ര ഉച്ചകോടിയുടെ തലേന്ന് പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന ജനറൽ പർവേസ് മുഷറഫുമായി 10 മിനിറ്റ് സംസാരിക്കണമെന്ന് ക്യാപ്റ്റൻ കാലിയുടെ പിതാവ് ആവശ്യപ്പെട്ടെങ്കിലും അനുവദിക്കപ്പെട്ടില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ നടപടിയെടുക്കാൻ അവകാശമില്ലെന്ന് അറിയിച്ചു. വിഷയത്തിൽ പാകിസ്ഥാനുമായി ഇടപെടാൻ സായുധ സൈന്യ ട്രൈബ്യൂണൽ ഇന്ത്യ ഗവൺമെന്റിനോട് നിർദ്ദേശിച്ചു. 2012 സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. വിഷയത്തിൽ പാകിസ്ഥാനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി സമീപിക്കുന്നത് പ്രായോഗികമല്ലെന്ന് നരേന്ദ്രമോദി സർക്കാർ വ്യക്തമാക്കി. ക്യാപ്റ്റൻ കാലിയുടെ കുടുംബം സുപ്രീം കോടതിയിൽ അന്താരാഷ്ട്ര അന്വേഷണം ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു പ്രതികരണം. ഇതൊരു ഉഭയകക്ഷി പ്രശ്നമാണെന്നും ഉഭയകക്ഷി പ്രശ്നങ്ങളിലോ ആഭ്യന്തര കാര്യങ്ങളിലോ കോടതി ഇടപെടരുത് എന്നാണ് ഇന്ത്യയുടെ നിലപാടെന്നുമായിരുന്നു വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.